ഹലോ എവരി വൺ വെൽക്കം ടു അവർ ന്യൂ വീഡിയോ. ഈ വീഡിയോയിൽ നമ്മൾ ജൂലൈ മാസമുള്ള EV ടു വീലർ സെയിൽസ് ആണ് നോക്കാൻ പോകുന്നത്. വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പേ ഒരു ഡിസ്ക്ലൈമർ ഉണ്ട്. നമ്മൾ ഈ വാഹനത്തിൻ്റെ ഡേറ്റകളെല്ലാം എടുക്കുന്ന വാഹൻ സേവ വെബ്സൈറ്റിൽ നിന്നാണ് എടുക്കുന്നത്. അതുകൊണ്ട് കുറച്ച് ദിവസം തന്നെ സ്റ്റാർട്ടിങ് കുറച്ച് ഡേയ്സ് ഈ നമ്പേഴ്സിൽ ഫ്ലക്ച്വേഷനും കാര്യങ്ങളും വരാനായിട്ടുണ്ട്. അപ്പോൾ കുറച്ച് നമ്പേഴ്സ് പൊങ്ങിയും താന്നും നിൽക്കും. ഓക്കെ, സോ അപ്പോൾ നമുക്ക് എന്തായാലും സെയിൽസ് റിപ്പോർട്ടിലോട്ട് കിടക്കാം. കമ്പയറിംഗ് ടു ലാസ്റ്റ് മന്ത് ജൂലൈ മാസം ചെറിയൊരു പെർസെൻറ്റേജ് സെയിൽസിൻ്റെ ഗ്രോത്ത് കുറവുണ്ട്. അപ്പോഴത്തേക്ക് നമുക്ക് എന്തായാലും ടോട്ടൽ സെയിൽസ് നോക്കുമ്പോഴത്തേക്കും 1,989 യൂണിറ്റ്സ് ആണ് ടോട്ടൽ EV ടു വീലർ സെയിൽസ് നടന്നിരിക്കുന്നത്. മന്ത് ഓൺ മന്ത് ഗ്രോത്ത് നോക്കുമ്പോഴത്തേക്കും -4% ഗ്രോത്ത് ആണ് കാണുന്നത്. നമ്മുടെ ടോപ്പ് 10-ലെ 10th പൊസിഷനിൽ വരുന്നത് കൈനറ്റിക് ഗ്രീൻ ആണ്. ലാസ്റ്റ് മന്ത് 10th പൊസിഷൻ ഇല്ലായിരുന്നു. ജൂൺ മാസം നടന്നിരിക്കുന്ന സെയിൽസ് 928 യൂണിറ്റ്സ് ആണ്. ജൂലൈയിൽ 1441 യൂണിറ്റ്സും സെയിൽ നടത്തിയിട്ടുണ്ട്. മന്ത് ഓൺ മന്ത് ഗ്രോത്ത് നോക്കുമ്പോൾ 55% ഗ്രോത്ത് ആണ് കൈനറ്റിക് ഗ്രീനിന് കിട്ടിയിരിക്കുന്നത്. 9ാമത്തെ പൊസിഷനിൽ വന്നിരിക്കുന്നത് റിവർ ഇന്ത്യയാണ്. റിവർ ഇന്ത്യയുടെ ഗ്രോത്ത് നോക്കുമ്പോഴത്തേക്കും നല്ല സ്റ്റേബിൾ ഗ്രോത്തും അതുപോലെ തന്നെ നല്ല സെയിൽസിൻ്റെ നമ്പേഴ്സും കാണിക്കുന്നുണ്ട്. സോ ഇനി വരുന്ന മാസങ്ങളിൽ നമുക്ക് റിവർ ഇന്ത്യയുടെ നല്ലൊരു സെയിൽസ് പ്രതീക്ഷിക്കാമെന്നാണ് തോന്നുന്നത്. സെയിൽസ് റിപ്പോർട്ട് നോക്കുമ്പോഴത്തേക്കും ജൂൺ മാസം 1246 യൂണിറ്റ്സ് ആണ് റിവർ ഇന്ത്യ സെയിലായിരിക്കുന്നത്. ജൂലൈയിൽ 1517 യൂണിറ്റ്സ് സെയിലായിട്ടുണ്ട്. മന്ത് ഓൺ മന്ത് ഗ്രോത്ത് നോക്കുമ്പോഴത്തേക്കും 21%, ഇയർ ഓൺ ഇയർ ഗ്രോത്ത് നോക്കുമ്പോഴത്തേക്കും 599% ഗ്രോത്തുമാണ് റിവർ ഇന്ത്യ കാണിക്കുന്നത്. സോ റിവർ ഇന്ത്യ നല്ല പൊട്ടൻഷ്യൽ ആയിട്ടുള്ളൊരു സെയിൽസ് റിപ്പോർട്ടും കാര്യങ്ങളുമാണ് കാണിക്കുന്നത്. ഇനി ഫ്യൂച്ചറിൽ ടോപ്പ് 5 വരെ എത്താനുള്ള ചാൻസസും കാണുന്നുണ്ട് റിവർ ഇന്ത്യ. 8ാമത്തെ പൊസിഷനിൽ വന്നിരിക്കുന്നത് ബിഗോസ് ആണ്. ലാസ്റ്റ് മന്ത് 7ാമത്തെ പൊസിഷനിലായിരുന്നു. ജൂൺ മാസം 1952 യൂണിറ്റ്സ് ആണ് സെയിലായിരിക്കുന്നത്. ജൂലൈയിൽ 1591 യൂണിറ്റ്സും. മന്ത് ഓൺ മന്ത് ഗ്രോത്ത് നോക്കുമ്പോഴത്തേക്കും -18% കാണാൻ സാധിക്കുന്നത്. 7ാമത്തെ പൊസിഷനിൽ വന്നിരിക്കുന്നത് പ്യുവർ EV ആണ്. ലാസ്റ്റ് മന്ത് 8ാമത്തെ പൊസിഷനിലായിരുന്നു. ജൂൺ മാസം 1429 യൂണിറ്റ്സ് ആണ് പ്യുവർ EV സെയിലായിരിക്കുന്നത്. ജൂലൈയിൽ 1688 യൂണിറ്റ്സും സെയിൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. മന്ത് ഓൺ മന്ത് ഗ്രോത്ത് നോക്കുമ്പോഴത്തേക്കും 18% ഗ്രോത്ത് ആണ് കാണുന്നത്. 6ാമത്തെ പൊസിഷനിൽ വന്നിരിക്കുന്നത് ഗ്രീവ്സ് ആണ്. ലാസ്റ്റ് മന്തും 6th പൊസിഷൻ തന്നെയായിരുന്നു. ജൂൺ മാസം 4199 യൂണിറ്റ്സും ജൂലൈ മാസം 4185 യൂണിറ്റ്സുമാണ് സെയിൽ ചെയ്യാൻ പറ്റിയിരിക്കുന്നത്. മന്ത് ഓൺ മന്ത് ഗ്രോത്ത് നോക്കുമ്പോഴത്തേക്കും -0.3% ഡീ ഗ്രോത്ത് ആണ് കാണിക്കുന്നത്. ഗ്രീവ്സും റിവറും ആക്ച്വലി സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു നമ്പേഴ്സിൽ നല്ല ഗ്രോത്ത് ആണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി അടുത്ത് നമ്മുടെ ടോപ്പ് 5 പൊസിഷനിലോട്ട് പോവാം. ടോപ്പ് 5 കടക്കുന്നതിന് മുന്നേ തന്നെ വീഡിയോ കൊണ്ട് ഇവിടം വരെ എത്തിയിരിക്കുന്ന എല്ലാവരും ഫസ്റ്റ് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ പുതിയ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ നമ്മളെ നോട്ടിഫിക്കേഷനും കൂടെ ഒന്ന് ഓണാക്കി ഇടുക. അപ്പോഴത്തേക്കും പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ടോപ്പ് 5 പൊസിഷനിലോട്ട് നമുക്ക് പോവാം. ടോപ്പ് 5 വന്നിരിക്കുന്നത് ഹീറോ മോട്ടോർ കോപ്പാണ്. ഈ മന്താണ് ആക്ച്വലി ഹീറോ 10,000 യൂണിറ്റ്സിൻ്റെ സെയിൽസ് ക്രോസ് ചെയ്യുന്നത്. സെയിൽസ് റിപ്പോർട്ട് നമുക്ക് നോക്കാം. ലാസ്റ്റ് മന്തും ഹീറോ 5th പൊസിഷൻ തന്നെ ആയിരുന്നു. ജൂൺ മാസം 7664 യൂണിറ്റ്സ് ആണ് സെയിലായിരിക്കുന്നത്. ജൂലൈ മാസം 10,489 യൂണിറ്റ്സ് ആണ് സെയിലാവാൻ പറ്റിയിരിക്കുന്നത്. മന്ത് ഓൺ മന്ത് ഗ്രോത്ത് നോക്കുമ്പോഴത്തേക്കും 36% ഗ്രോത്തും ഇയർ ഓൺ ഇയർ 107% ഗ്രോത്തുമാണ് വന്നിരിക്കുന്നത്. 4th പൊസിഷനിൽ വന്നിരിക്കുന്നത് എയ്തറാണ്. ലാസ്റ്റ് മന്തും 4th പൊസിഷൻ തന്നെയായിരുന്നു. ജൂൺ മാസം 14,512 യൂണിറ്റ്സ് ആണ് സെയിലായിരിക്കുന്നത്. ജൂലൈയിൽ 16,231 യൂണിറ്റ്സും. മന്ത് ഓൺ മന്ത് ഗ്രോത്ത് നോക്കുമ്പോഴത്തേക്കും 11% ഗ്രോത്താണ് കാണാൻ സാധിക്കുന്നത്. ഇനി അടുത്ത് നമ്മുടെ ടോപ്പ് 3 പൊസിഷനിലോട്ട് കിടക്കുകയാണ്. ടോപ്പ് 3 ഉള്ള എല്ലാ കമ്പനീസും ഈ മാസം മന്ത് ഓൺ മന്ത് സെയിൽസിൽ നെഗറ്റീവിലാണ് പോയിരിക്കുന്നത്. സെയിൽസ് റിപ്പോർട്ട് നമുക്ക് നോക്കാം. 3rd പൊസിഷനിൽ വന്നിരിക്കുന്നത് ഓലയാണ്. ലാസ്റ്റ് മന്തും 3rd പൊസിഷൻ തന്നെയായിരുന്നു. ജൂൺ മാസം 20,189 യൂണിറ്റ്സ് ആണ് സെയിൽ ചെയ്യാൻ പറ്റിയിരിക്കുന്നത്. ജൂലൈയിൽ 17,848 യൂണിറ്റ്സും. മന്ത് ഓൺ മന്ത് ഗ്രോത്ത് നോക്കുമ്പോഴത്തേക്കും -11% ഡീ ഗ്രോത്ത് ആണ് കാണുന്നത്. ഇയർ ഓൺ ഇയർ നോക്കുമ്പോഴത്തേക്കും -57% ഗ്രോത്ത് ആണ് കാണുന്നത്. ഇപ്പോൾ നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഓലയും എയ്തറും തമ്മിൽ സെയിൽസിൻ്റെ കാര്യത്തിൽ വലിയ വ്യത്യാസമൊന്നും കാണുന്നില്ല. വരും മാസങ്ങളിൽ മിക്കവാറും എയ്തർ ഓലേനെ ക്രോസ് ചെയ്യാനുള്ള എല്ലാ ചാൻസസും കാണുന്നുണ്ട്. 2nd പൊസിഷനിൽ വന്നിരിക്കുന്നത് ബജാജ് ചേതക്കാണ്. ലാസ്റ്റ് മന്ത് 2nd പൊസിഷൻ തന്നെയായിരുന്നു. ജൂൺ മാസം 23,004 യൂണിറ്റ്സ് ആണ് സെയിലായിരിക്കുന്നത്. ജൂലൈ മാസം 19,650 യൂണിറ്റ്സും. മന്ത് ഓൺ മന്ത് സെയിൽസ് നോക്കുമ്പോഴത്തേക്കും -14% ഗ്രോത്താണ് കാണുന്നത്. ഇയർ ഓൺ ഇയർ നോക്കുമ്പോഴത്തേക്കും 11% ഗ്രോത്തുമാണ് കാണുന്നത്. നമ്പർ 1 പൊസിഷനിൽ നിൽക്കുന്നത് നമ്മുടെ TVS ആണ്. ലാസ്റ്റ് മന്തും 1st പൊസിഷൻ തന്നെയായിരുന്നു. ജൂൺ മാസം 25,274 യൂണിറ്റ്സും ജൂലൈ മാസം 22,230 യൂണിറ്റ്സുമാണ് സെയിലായിരിക്കുന്നത്. മന്ത് ഓൺ മന്ത് ഗ്രോത്ത് നോക്കുമ്പോഴത്തേക്കും -12% ഗ്രോത്താണ് കാണുന്നത്. ഇനി ടോപ്പ് 10 ഇല്ലാത്ത കുറച്ച് കമ്പനീസ് നമുക്ക് നോക്കാം. ഫസ്റ്റ് വരുന്നത് സിമ്പിൾ വൺ ആണ്. ജൂൺ മാസം
361 യൂണിറ്റ്സും ജൂലൈ മാസം 467 യൂണിറ്റ്സുമാണ് സെയിലായിരിക്കുന്നത്. ഇനി അടുത്ത ഇലക്ട്രിക് മോട്ടോർ സൈക്കിൾസിൻ്റെ സെയിൽസ് നോക്കുമ്പോഴത്തേക്കും മാറ്ററാണ് അടുത്ത് വരുന്നത്. ജൂൺ മാസം 67 യൂണിറ്റ്സും ജൂലൈ മാസം 54 യൂണിറ്റ്സുമാണ് സെയിലായിരിക്കുന്നത്. അടുത്തത് ഒബേൻ റോറാണ്. ജൂൺ മാസം 140 യൂണിറ്റ്സും ജൂലൈ മാസം 227 യൂണിറ്റ്സുമാണ് സെയിലായിരിക്കുന്നത്. അടുത്തത് അൾട്രാവയലറ്റ് ആണ്. ജൂൺ മാസം 78 യൂണിറ്റും ജൂലൈ മാസം 124 യൂണിറ്റ്സുമാണ് സെയിലായിരിക്കുന്നത്. മന്ത് ഓൺ മന്ത് ഗ്രോത്ത് നോക്കുമ്പോഴത്തേക്കും അൾട്രാവയലറ്റിന് 58% ഗ്രോത്തും വന്നിട്ടുണ്ട്. പിന്നെ അൾട്രാവയലറ്റിനും ഇതൊരു ബെസ്റ്റ് മന്ത് തന്നെയായിരുന്നു. ആദ്യമായിട്ടാണ് അവർ 124 യൂണിറ്റ്സിൻ്റെ സെയിൽസൊക്കെ നടത്തുന്നത്. ഏറ്റവും ലാസ്റ്റായിട്ട് വരുന്നത് ഏറ്റവും കൂടുതൽ EV 2 വീലർ ബൈക്സ് സെയിൽ നടത്തുന്ന കമ്പനിയാണ് റിവോൾട്ട് മോട്ടോഴ്സ്. ജൂൺ മാസം 766 യൂണിറ്റ്സാണ് സെയിലായിരിക്കുന്നത്. ജൂലൈ മാസം 817 യൂണിറ്റ്സും. മന്ത് ഓൺ മന്ത് ഗ്രോത്ത് നോക്കുമ്പോഴത്തേക്കും 6.6% ഗ്രോത്തുമാണ് കാണുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ജൂലൈ മാസം വരുന്ന EV 2 വീലർ സെയിൽസ് റിപ്പോർട്ട്. അപ്പോൾ എന്തായിരുന്നാലും ലാസ്റ്റ് മന്ത് കുറച്ച് തിരക്കുകൾ കാരണം പിന്നെ വീഡിയോസ് അങ്ങോട്ട് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാനായിട്ട് പറ്റില്ല. ഈ മാസം മാക്സിമം പറ്റുന്ന എല്ലാ വീഡിയോസും നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്തായിരുന്നാലും ഇനി അടുത്ത തവണ കാണുന്നവരെ പാക്കലാം. ടേക്ക് കെയർ. ബൈ.